ചരിത്രം പറയാം. വിമോചന സമരം കഴിഞ്ഞ് 1960 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ കോൺഗ്രസും ലീഗും ഒക്കെ കൂടി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കാൻ പോകുന്നത്. അതായത് UDF വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. ലീഗിൽ നിന്ന് 12 സീറ്റിൽ മത്സരിക്കുന്നു, 11 സീറ്റിൽ വിജയിക്കുന്നു. കോൺഗ്രസ് 80 സീറ്റിൽ 63 സീറ്റും വിജയിക്കുന്നു. ആകെ 133 സീറ്റുകൾ മാത്രമാണ് കേരള നിയമസഭയിലുള്ളത്. അവിടെ ഒരു തർക്കം വരുന്നു. നിയമസഭാ സ്പീക്കറായിട്ട് KM സീതി സാഹിബിനെ തീരുമാനിക്കുന്നു. KM സീതി സാഹിബ് നിയമസഭാ സ്പീക്കറായി വരുന്നു. 61 സീതി സാഹിബ് മരിക്കുന്നു. മരിച്ചുപോയതിനു ശേഷം പകരം സ്പീക്കറായി ലീഗിൽ നിന്ന് CH മുഹമ്മദ് കോയെ തീരുമാനിക്കുന്നു. പക്ഷേ കോൺഗ്രസ് അന്ന് CK ഗോവിന്ദൻ നായരുടെ നേതൃത്വം പറഞ്ഞെന്തെന്നറിയുമോ? ഇന്നേ വരെ ലീഗിനോട് ഒരാളും ആവശ്യപ്പെടാത്തത് അന്ന് ആവശ്യപ്പെട്ടു. CH മുഹമ്മദ് കോയെ ലീഗിന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചതിന് ശേഷം മാത്രമേ, മതേതര പ്രതിച്ഛായോടുകൂടി മാത്രമേ എവിടെ വരാൻ പാടുള്ളൂ, സ്പീക്കറാവാൻ പാടുള്ളൂ എന്നുള്ളത്. CH മുഹമ്മദ് കോയെ കൊണ്ട് ലീഗിന്റെ പ്രാഥമികാംഗത്വം രാജിവെപ്പിച്ച് സ്പീക്കറാക്കിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ സമ്മർദ്ദം 1960 ലീഗിനോട് ചെയ്ത പാർട്ടിയാണ് അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് കാരണം പറഞ്ഞെന്താ? ലീഗിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അതിന് മതേതര പ്രതിച്ഛായ ഉണ്ടാവില്ല എന്ന ദേശീയ നേതൃത്വത്തിലെ ആണ് പ്രധാനമായിട്ട് വന്ന് കുറ്റം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ 1960 അപമാനം ലീഗ് ഏറ്റുവാങ്ങി അത് തുടർന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 62 പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് 18 സീറ്റുകളിലേക്കാണ് മത്സരം. കോൺഗ്രസും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും 14 വീതം സീറ്റ് വീതം വെച്ചെടുത്തു. CH മുഹമ്മദ് കോയ കരഞ്ഞപേക്ഷിച്ചു, 3 സീറ്റുകൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അവിടെ വിജയസാധ്യതയുള്ളതാണ്, പൊന്നാനി വേണം, കോഴിക്കോട് വേണം, മഞ്ചേരി വേണം. ഇത് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടു. കൊടുത്തില്ല കോൺഗ്രസ്. പകരം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസുമായിട്ട് വീതം വെച്ചെടുത്തു. ഒടുവിൽ സഹിക്കവയ്യാതെ ഒരു പിച്ചള പിന്നുപോലെ ഞാനിതാ എന്റെ ഈ സ്പീക്കർ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു വാക്കും CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരാളെയും തള്ളി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിലെ ഒരു നേതാവിനെയും തള്ളി പറഞ്ഞിട്ടില്ല. വളരെ വൈകാരികമായിട്ടുള്ള വിടവാങ്ങലായിരുന്നു. നമ്മൾ ഇന്ന് PV അൻവറിന്റെ ഒക്കെ പ്രസംഗം കാണുന്ന പോലല്ല, വളരെ അന്തസ്സോടുകൂടി, അഭിമാനത്തോടു കൂടി അന്ന് CH മുഹമ്മദ് കോയ ആ സ്പീക്കർ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോവുക ചെയ്യുന്നത്. ഒരു പിച്ചള പിന്നുപോലെ ഞാനിതാ രാജിവെക്കുന്നു. കാര്യം പാർട്ടിക്ക് വേണ്ടിയാ. എന്നിട്ട് ലീഗ് മത്സരിച്ചു 3 മൂന്നിടങ്ങളിൽ 2 വിജയിച്ചാണ് ലീഗ് കരുത്ത് തെളിയിച്ചത്. അവിടെ മുതലാണ് പിന്നീട് സപ്തകക്ഷി മുന്നണിയിലേക്ക് ലീഗിന്റെ വരവ് തുടങ്ങുന്നത്. അങ്ങനെയാണ് 1967 സപ്തകക്ഷി മുന്നണിയിൽ EMSന്റെ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അന്ന് മത്സരിച്ച 15 സീറ്റുകളിൽ 14 സീറ്റുകളിലും ലീഗ് വിജയിക്കുന്നുണ്ട്. അന്ന് CPM 59 ഇടങ്ങളിൽ മത്സരിച്ച് 52 ഇടങ്ങളിലും വിജയിക്കുന്നുണ്ട്. CPI 19 ഇടങ്ങളിൽ വിജയിക്കുന്നുണ്ട്. കേവല ഭൂരിപക്ഷം 67, CPM CPIക്ക് മാത്രം 71. അന്നാണല്ലോ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ആ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഈ ഓർമ്മകളാണ്, ഈ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് തിരിച്ചടിപ്പിക്കാൻ പോകുന്നു, CPMനെ കോൺഗ്രസിനെ പൊള്ളലേൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. കാരണം അന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള രൂപീകരണ ചർച്ച നടക്കുന്ന സമയത്ത് ജനസംഘവും ഇന്നത്തെ BJPയുടെ അന്നത്തെ രൂപമായ ജനസംഘവും കോൺഗ്രസും മറുവശത്ത്. എന്താ മറുവശത്ത് വരാനുള്ള കാരണം? അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദാണ് അതിന് നേതൃത്വം നൽകുന്നത്, അന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. അന്ന് എന്താ പറഞ്ഞത്? ഇവിടെ കുട്ടി പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അന്നാ. മിനി പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അവിടെയാ. പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നുള്ള പ്രചരണം നടക്കുന്നത് അവിടെയാ. എന്നിട്ട് മാപ്പിളസ്ഥാനാക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അന്ന് ജനസംഘിനോടൊപ്പം കോൺഗ്രസ് മലപ്പുറം രൂപീകരണത്തെ നഖശികാന്തം എതിർത്തു. പക്ഷേ അത് പാസ്സാവാതെ പോയി. കാരണം എന്താ? 67 കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പെർഫോമൻസ്. 133 ഇടങ്ങളിൽ മത്സരിച്ച് കേവലം 9 ഇടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി കോൺഗ്രസ്. അന്ന് K കരുണാകരനാണ് നിയമസഭയിൽ കോൺഗ്രസിന്റെ നേതാവ്. അങ്ങനെ മലപ്പുറം രൂപീകരണത്തെ എതിർത്തിട്ടും EMS മന്ത്രിസഭയിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗും CPMഉം CPIയും ഒക്കെ ഉൾപ്പെട്ട ആ മുന്നണിയാണ് മലപ്പുറം രൂപീകരണം സാധ്യമാക്കുന്നത്. ആരുടെ എതിർപ്പ് വകവയ്ക്കാതെ? കോൺഗ്രസിന്റെയും ജനസംഘത്തിന്റെയും എതിർപ്പ് വകവയ്ക്കാതെ. ഇത് ചരിത്രത്തിലുണ്ടേ. അപ്പം മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നവർ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയാണിതെന്നുള്ളത് ചരിത്രത്തെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയല്ലേ.